परम शांति മാ ബാബുജിക്ക കോടിക്കോടി പ്രണാമം. ഇന്നത്തെ വിഷയമാണ്. ഇന്നലത്തെ കണ്ടിന്യൂഷൻ നമ്മൾക്ക് തുടരാം. സ്വർഗലോകം എന്താണ്? എല്ലാവരും മരിച്ചു കഴിഞ്ഞാൽ സ്വർഗ ലോകത്തേക്ക് പോകണം എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ ആർക്കും അറിഞ്ഞുകൂടാ സ്വർഗലോകം എന്താണ് എന്ന്. സ്വർഗലോകം എന്നാൽ 3 തത്വമുള്ള ലോകമാണ്. ഭൂമിയിൽ 5 തത്വം. ശരീരം വെടിയുന്നതോടുകൂടി 2 തത്വം ഇല്ലാതാവുന്നു, അഗ്നിയും പൃഥ്വിയും. ഇവ രണ്ടും കഴിഞ്ഞ് 3 തത്വമായി ചുരുങ്ങുന്നു. ആ നല്ല കർമ്മങ്ങൾ ചെയ്താൽ സ്വർഗത്തിലോട്ട് പോകും. ഇനി നമ്മൾക്ക് സ്വർഗം എന്താണ് എന്ന് ഡീറ്റെയിൽസ് ആയി നോക്കാം. വലിയ ടോപ്പിക്കാണ് സ്വർഗം. കുറച്ചായി ഭാഗങ്ങളായി ഞാൻ പറയുന്നതാണ്. നിങ്ങൾ പുരാണത്തിൽ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നേരത്തെ ശാസ്ത്രങ്ങൾ പഠിച്ചിട്ടുണ്ടാകാം. ഇപ്പോൾ എന്താണ് എന്ന് നമ്മൾക്ക് ഡീറ്റെയിൽസായി നോക്കാം. നിങ്ങൾ പുരാണത്തിൽ കേട്ടിട്ടുണ്ടാവും, അസുരന്മാരും ഇന്ദ്രന്മാരും ദേവന്മാരെ യുദ്ധത്തെക്കുറിച്ച്. രാവണൻ, ഇന്ദ്രജിത്ത്. രാവണൻ്റെ പുത്രനാണ് ഇന്ദ്രജിത്ത്. ഇന്ദ്രനെ യുദ്ധത്തിൽ തോൽപ്പിച്ചിരുന്നു. സ്വർഗലോകത്തിൽ അവിടുത്തെ രാജാവായ ഇന്ദ്രൻ അവനെ തോൽപ്പിച്ച് അസുരന്മാർ അധിപനാകുന്നു. അപ്പോൾ സ്വർഗത്തിൻ്റെ മഹത്വം എന്തായിരിക്കും? നിങ്ങൾ തന്നെ ചിന്തിക്കുക. നിങ്ങൾ കൂടെ അവിടെ പോകണം, മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് സ്വർഗത്തിലേക്ക് പോകണം എന്ന് പറഞ്ഞാൽ അവിടുത്തെ അവസ്ഥ വളരെ ദയനീയമാണ്. ബ്രഹ്മയുടെ ഒരു ദിവസമാണ് സ്വർഗലോകത്തിൻ്റെ ആയുസ്. അതായത് ഭൂലോകം, ഭൂവർലോകം, സ്വർഗലോകം, ഈ 3 ലോകവും നശിക്കുന്നതായിരിക്കും ബ്രഹ്മയുടെ ഒരു ദിവസത്തിൽ. ഇന്ദ്രജിത്ത് രാവണൻ്റെ പുത്രനും ഇന്ദ്രനെ യുദ്ധത്തിൽ തോൽപ്പിച്ചിരുന്നു. അതിനാൽ 3 ലോകവും അസുരന്മാരുടെ വിളയാട്ടം ആയിരുന്നു. സ്വർഗലോകം തന്നെ പിടിച്ചെടുക്കുന്ന പിന്നെന്തിനാ നിങ്ങൾ സ്വർഗലോകത്തേക്ക് പോകണം എന്ന് പറയുന്നത്? സ്വർഗലോകത്തിന് മേലോട്ട് പോകും. മെഹർലോകം, ജൻലോകം, തപ്ലോകം, ബ്രഹ്മപുരി, വിഷ്ണുപുരി, ശിവപുരി എന്നിവിടേക്ക് പോകുക. പരംധാം വിയിൽ പോയി നിരാകാർ ശിവനിൽ ലയിക്കുക, മുക്തി പ്രാപ്തമാക്കുക. ഇതാണ് ചെയ്യേണ്ടത്. അസുരന്മാർ ഭോഗ ആയിരുന്നു. അതിനാൽ സ്വർഗലോകത്തിൽ ഭോഗ ആണ്. അതുകൊണ്ടാണ് അസുരന്മാരും അവിടെ വന്ന് വിളയാട്ടം നടത്തുന്നത്. അപ്സരസ്സുകൾ ഇവരുമായിട്ട് നല്ല അപ്സരസ്സുകളും ഉണ്ടായിരുന്നു. 2ാമത്തെ ലോകത്തിലും ഗന്ധർവ്, യക്ഷ, കിന്നരന്മാർ താമസിച്ചിരുന്നു. അവിടെ ഓരോരോ ലെയറിലും ഓരോരോ ഡാൻസ്, മദ്യപിക്കുക, അതായത് സോമരസം കുടിക്കുക, ഇതെല്ലാം ഓരോരോ ലെയറിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വർഗലോകത്തിൽ ഒരു ലെയർ മാത്രമല്ല ഉണ്ടാവുന്നത്, ഒരുപാട് അനേകം ലെയർ ആണ് ഉള്ളത്. ദേവലോകത്തിലും വേറെ ലെയർ ഉണ്ട്. ഇന്ദ്രന് വേറെ സ്ഥലം, നിവാസസ്ഥാനം വേറെ ആണ്. ഡാൻസ്, ഗാനം ഇവയെല്ലാം വേറെ ലെയറിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വർഗലോകത്തിലും ആത്മാക്കൾക്ക് അറിയാൻ സാധിക്കും എൻ്റെ സമയം കഴിയാറായി എന്ന്. സമയം കഴിഞ്ഞാൽ തിരിച്ചു പോകേണ്ടി വരും. വന്നില്ലെങ്കിൽ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും പറഞ്ഞു വിടും. അങ്ങനെ 3 ലോകത്തിലും നിയമങ്ങൾ ഉണ്ടായിരുന്നു. ഈ 3 ലോകവും ഭോഗി ആണ് എന്നറിയുക. ഇന്ദ്രനെയും സ്വർഗലോകത്തിൽ നിന്ന് ഓടിച്ചിട്ടുണ്ട്. മഹാഋഷികളുടെ ശാപത്താൽ നരകത്തിലെ കീടവരെ ആയിട്ടുണ്ട്. അതിനാൽ നിയമം തെറ്റിക്കാൻ ആർക്കും സാധ്യമല്ല. ദേവേന്ദ്രൻ
മുനിയുടെ ശാപത്താൽ ഭൂമിയിൽ വന്ന് സർപ്പശാപത്താൽ ഭൂമിയിൽ വന്ന് മലമ്പാമ്പായി കിടന്നിട്ടുണ്ട് 10,000 വർഷത്തോളം. ഒരു ദേവേന്ദ്രന് ആകാമെങ്കിൽ നിങ്ങൾക്ക് അതിനേക്കാളും ആകും. കാരണം അവരുടെ കർമ്മം ശരിയാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്നത് അതികഠിനമായ വേദനയായിരിക്കും, ദുഃഖമായിരിക്കും. അതറിയുക. മരിച്ചു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. അങ്ങനെയല്ല. നിങ്ങളുടെ ശരീരത്തോടു കൂടി സൂക്ഷ്മ ശരീരം കൂടി പോകുന്നു, ശരീരം കൂടി പോകുന്നു. കാരണം ശരീരത്തിലാണ് നിങ്ങളുടെ ജന്മാന്തരത്തിലുള്ള റെക്കോർഡുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് സദ്ഗതിയും ദുർഗതിയും വരുന്നത്. ജ്ഞാനി ആത്മാക്കൾ ഈ ഭോഗി യോനിയിൽ നിന്ന് മാറി നിൽക്കും. ജ്ഞാനി സ്വർഗത്തിൽ നിന്ന് മെഹർ ലോകത്തിലേക്ക് പോകാനുള്ള വഴിയിലൂടെ മെഹർ ലോകത്തേക്ക് പോകും. ജൻലോകം, തപ്ലോകം, ബ്രഹ്മപുരി, വിഷ്ണുപുരി, ശിവപുരി, പരംധാമിലേക്ക് ജ്ഞാനി ആത്മകൾ യാത്ര തിരിക്കും. ഒരിക്കലും സ്വർഗലോകത്തിലെ ഭോഗ് യോനിയിൽ വന്നു പെടില്ല. പക്ഷേ അവിടെ പെട്ടുകഴിഞ്ഞാൽ അവർക്കറിയാം ഞങ്ങൾക്ക് മോക്ഷപ്രാപ്തി ഉണ്ടാവില്ല എന്ന്. വൈഷ്ണവ് ആത്മാക്കൾ വിഷ്ണു ലോകത്തേക്ക് പോകും, തപസ് ചെയ്യുന്നു. വൈഷ്ണവ് ആത്മാക്കൾ വിഷ്ണുവിനെ പ്രാപിക്കാൻ വേണ്ടി അവിടെ തപസ് ചെയ്യുകയുണ്ട്. വിഷ്ണുപുരി സ്വർഗത്തെക്കാളും മേലെയാണ്. ഭൂമിയിലെ 7 ലോകം കഴിഞ്ഞ് ബ്രഹ്മപുരി വിഷ്ണുപുരി, അതായത് വൈകുണ്ഠം എന്ന് വിളിക്കുന്നു. വിഷ്ണുവിൻ്റെ ലോകം എന്ന് പറഞ്ഞാൽ 7 ലോകത്തിനും സമാനമായതാണ് വിഷ്ണുപുരി. അത്ര വലിയതാണ് വിഷ്ണുപുരി എന്നറിയുക. അതിൽ 50% പരം തത്വവും 50% തത്വവും ആണ് ഉള്ളത്. അവിടെ പോയാൽ ആനന്ദം പരമാനന്ദമാണ്. ശിവപുരിയിൽ പോയാൽ അതിനേക്കാളും ആനന്ദം, പരമാനന്ദം, നിത്യാനന്ദം എല്ലാം കിട്ടും. പിന്നെ ആ പരംധാമിൽ നിങ്ങൾ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് നിത്യശാന്തി, പരം ശാന്തി ലഭിക്കുന്നതായിരിക്കും. ഇനി നമ്മൾക്ക് ബ്രഹ്മപുരിയെപ്പറ്റി നോക്കാം. തപ്പലോകം കഴിഞ്ഞാൽ പിന്നെ ബ്രഹ്മപുരിയാണ്. ബ്രഹ്മപുരിൻ്റെ താഴെ ഒരു ലെയർ ഉണ്ട്, അതാണ് സത്യലോകം. അത് കഴിഞ്ഞാലാണ് പിന്നെ ബ്രഹ്മപുരി വരുന്നത്. ഈ സാധാരണ ആളുകൾ ചിന്തിക്കും സത്യലോകവും ബ്രഹ്മലോകവും ഒന്നാണോ എന്ന്. ആളുകൾ സത്യലോകത്തെയാണ് ബ്രഹ്മലോകം എന്ന് പറയുന്നത്. പക്ഷേ അത് രണ്ടും വേറെ വേറെയാണ്, വേറെ വേറെ ലെയറാണ്. എന്നാൽ സത്യലോകം ബ്രഹ്മപുരിയുടെ താഴെയുള്ള ലെയർ ആണ്. അതായത് ഒരു ലോകത്തിൽ അനേകം പർദ്ദകൾ ഉണ്ട്. ഇവിടെ തപസി ആത്മാക്കൾ ആണ് ഇരിക്കുന്നത്. ഇവിടെ ബ്രഹ്മ സരസ്വതി ദേവിയാണ് ഇവിടെ താമസിക്കുന്നത്. ഇവിടുന്ന് ബ്രഹ്മസൃഷ്ടി നടത്തുന്നു. ബ്രഹ്മാണ്ടത്തിൻ്റെ സൃഷ്ടിയുടെ സമയത്ത് എപ്പോൾ ബ്രഹ്മാജി സപ്ത ഋഷിയുടെ സൃഷ്ടി നടത്തിയിരുന്നു. സപ്തഋഷി 7 ലോകത്തിനെ രചിച്ച് 7 ലോകത്തിൻ്റെ സൃഷ്ടി നടത്തിയിട്ടുണ്ട്. ഈ 7 ലോകം ബ്രഹ്മപുരിയുടെ താഴെയാണ്. ബ്രഹ്മയുടെ ആത്മ പരം ആകാശ് കൊണ്ടാണ് സൃഷ്ടി ചെയ്തിരിക്കുന്നത്. ആത്മ ബ്രഹ്മപുരിയിൽ വന്നാൽ സത്യത്തിൻ്റെ ബോധം ഉണ്ടാകുന്നു. ബ്രഹ്മലോകത്തിൽ വന്നാൽ അവർക്ക് സത്യത്തിൻ്റെ ബോധം ഉദിക്കുന്നു. ഞാൻ എൻ്റെ രചയിത എവിടെയാണെന്നുള്ള സത്യം തിരിച്ചറിയുന്നു. സത്യത്തിൻ്റെ ജ്ഞാനം ഉണ്ടാകുന്നു. ഇവിടെ സത്യത്തിൻ്റെ ജഗത്താണ്. ഇത് സത്യത്തിൻ്റെ ജഗത്താണ്.
ഇവിടെ വരുന്ന ആത്മാക്കൾക്ക് സൂക്ഷ്മ ശരീരം നഷ്ടമാകുന്നു. ഇതൊരു ആത്മാവും ആകാശതത്വത്തിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നതെങ്കിൽ ആ ആത്മാക്കളുടെ യാത്ര ബ്രഹ്മപുരി വരെയേ പോകുകയുള്ളൂ. ആ ആത്മകൾക്ക് വേണമെങ്കിൽ അവരുടെ സൃഷ്ടികർത്താവിൽ ലയിക്കാം. ആകാശതത്വത്തിൽ നിന്ന് ഉത്ഭവിച്ച ആത്മാക്കൾ ബ്രഹ്മപുരി വരെയേ പോകുകയുള്ളൂ. ആകാശതത്വത്തിൽ നിന്ന് രചിച്ച ആത്മാക്കൾ ശിവപുരി, വിഷ്ണുപുരി, പരംധാം വരെ പോകാൻ സാധിക്കുകയില്ല. കാരണം അവരുടെ റെക്കോർഡിൽ, ആത്മയുടെ റെക്കോർഡിൽ ബ്രഹ്മപുരി വരെ മാത്രമേ അവർക്ക് റെക്കോർഡുള്ളൂ. അതുകൊണ്ടാണ് അവർക്ക് ബ്രഹ്മപുരി മാത്രമേ വരെ പോകാൻ സാധ്യമാവുകയുള്ളൂ. വിഷ്ണുപുരിയിലെ ആത്മാക്കൾ ബ്രഹ്മപുരി വരെ അല്ല, വിഷ്ണുപുരി വരെ പോകും. പക്ഷെ ശിവപുരിയിൽ പോകാൻ സാധിക്കില്ല. അതുവരെയുള്ള ജ്ഞാനം നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മയുടെ മേലെ റെക്കോർഡുണ്ട്. അതുവരെയുള്ള ജ്ഞാനം നിങ്ങൾക്ക് പ്രാപ്തമാവുന്നതാണ്. ഇതാണ് ബ്രഹ്മപുരി. ഒരു വലിയ സബ്ജക്റ്റാണ്. കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല, ഒരുപാട് നീണ്ടുപോയി. പരം ശാന്തി, ബേഹദ് കി പരം ശാന്തി. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബേഹദ് കി പരം ശാന്തി.